നമസ്കാരം. ബി.ജെ.പി. സർക്കാരിൻ്റെ ഇരട്ടത്താപ്പും കുതന്ത്രങ്ങളുമൊക്കെ പാർലമെൻറ്റിൽ മൂക്കുകുത്തി പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണുകിടക്കുകയാണ്. സ്ത്രീകളെ മറയാക്കി നിർത്തിക്കൊണ്ട് രാജ്യത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്താൻ മോദിയിലൂടെ സംഘപരിവാർ സ്വീകരിച്ച പദ്ധതികൾ ഇപ്പോൾ പകൽ പോലെ തെളിഞ്ഞു വന്നിരിക്കുന്നു. വാഗ്ദാനങ്ങൾ ഒഴികെ ഒന്നും സ്ത്രീകൾക്ക് നൽകാനില്ലാത്ത നരേന്ദ്രമോദിക്ക് ഈ സർക്കാരിൻ്റെ പക്കൽ കൃത്യമായ യാതൊന്നുമില്ലെന്നും കേവലം പൊള്ളയായ വാഗ്ദാനങ്ങളും കുതന്ത്രങ്ങളും മാത്രമാണ് കൈമുതലെന്നും രാജ്യം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി നിന്ന് പാർലമെൻറ്റിലൂടെ പ്രതിപക്ഷം ഇന്നലെ ഈ ചതി വെളിച്ചത്ത് കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ്. ഇത് മോദി സർക്കാരിൻ്റെ പതനത്തിൻ്റെ തുടക്കമാണോ? പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ ബി.ജെ.പി. നടത്തിയ ശ്രമങ്ങൾ പൊളിഞ്ഞടുങ്ങിയോ? പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ സർക്കാർ നടത്തുന്ന ഇത്തരം ഏത് ജുംലകളെയും തന്ത്രങ്ങളെയും പ്രതിരോധിക്കാനും പരാജയപ്പെടുത്താനും സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണോ? പ്രതിപക്ഷം വനിതകൾക്കെതിരാണെന്ന് പ്രചരണം നടത്തിയാൽ മുഖം മോടിയാക്കാൻ ആകുമോ ബി.ജെ.പിക്ക്? ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് എന്തൊക്കെ പറഞ്ഞാലും ഇന്നലത്തെ തിരിച്ചടിക്ക് പകരമാകുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചർച്ചയിലുള്ളവർ CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, ബി.ജെ.പി. വക്താവ് അഖിൽ AS, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ PDT ആചാരി നമ്മളോടൊപ്പം അല്പസമയമുണ്ടാകും. അദ്ദേഹത്തിലേക്കൊന്ന് പോവുകയാണ്. ശ്രീ PDT ആചാരി, സ്ത്രീ സംവരണം എന്തായാലും 2023 പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം ഇപ്പോൾ ഇന്നലത്തെ തിരക്കിനിടയിൽ അത് നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നല്ലോ ബാക്കി സാങ്കേതികമായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കാര്യം. അതോടുകൂടി സ്ത്രീ സംവരണം നിലവിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം സ്ത്രീ സംവരണത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബി.ജെ.പി. നടത്തുന്ന ഒരു പ്രചരണവും കൂടി ഇന്നലെ മുതൽ കാണുന്നു. ഇന്ന് അതായിരിക്കണം പ്രധാനമന്ത്രി ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? ശരിയാണോ? സ്ത്രീ സംവരണം അത് എല്ലാ പാർട്ടികളും സപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. അത് 2023 പാസ്സാക്കിയതുമാണല്ലോ. അപ്പോൾ പിന്നെ സ്ത്രീ സംവരണത്തിന് ഏതെങ്കിലും ഒരു പാർട്ടി എതിരാണെന്ന് പറയുന്നൊരു അർത്ഥമില്ല. എല്ലാ പാർട്ടികളും വളരെ യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയ ഒരു ബില്ലായിരുന്നു അത് ഭരണഘടനയുടെ ഒരു ഭാഗമായി മാറി. ഇപ്പം 2023 അത് പാസ്സാക്കിയപ്പോൾ നമ്മുടെ ഈ ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 2 സഭകളും ഈ സ്പെഷ്യൽ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ പാസ്സാക്കി അതിനുശേഷം പ്രസിഡന്റ് അതിന് സൈൻ ചെയ്യുമ്പോൾ, ഈ അസെന്റ് കൊടുക്കുമ്പോൾ അത് ഭരണഘടനയുടെ ഭാഗമായി എന്ന് കരുതാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഷാൽ സ്റ്റാൻഡ് അമെൻഡഡ് ഇൻ ടേംസ് ഓഫ് ദ ബിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഭരണഘടനയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. അതായത് ശ്രീ PDT ആചാരി, ഈ പറയുന്ന താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ പലയിടത്തുനിന്നായി നമ്മൾ കേട്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇടപെട്ടതാണ്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. എന്നിട്ട് അത് 2024 ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി. എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഇത് നടപ്പിലാക്കാനുള്ള ഒരു താല്പര്യവും കാണിച്ചില്ല. ഇപ്പോൾ മറ്റ് ചില ബില്ലുകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇതിനെ കൊണ്ടുവന്ന് ക്ലബ് ചെയ്ത് ഒരു നാടകം കളിക്കുന്നത് പോലെ, പ്രതിപക്ഷം പറയുന്ന ഒരു നാടകം കളിച്ച് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണോ? സ്ത്രീ സംവരണം നടപ്പിലാക്കാനായിരുന്നെങ്കിൽ 2023 ശേഷം എന്നേ ആകാമായിരുന്നു. ഇപ്പം ഈ പാർലമെന്റിന് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ബില്ല് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യ കൂട്ടുക, അത് 543 എന്നുള്ളത് 850 ആക്കുക. പിന്നീട് ഈ നിയോജക മണ്ഡലങ്ങളെ പുനർക്രമീകരിക്കുന്നതിന്, റീഅഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാന കാര്യം,
ഈ പോപ്പുലേഷൻ, അതായത് ഇതിന്റെ ബേസിസ് ആയിട്ട് എടുക്കുന്നത് പോപ്പുലേഷൻ ആണല്ലോ. പോപ്പുലേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസ് അവൈലബിൾ ആയ ഫിഗേഴ്സ് അത് വെച്ചാണ് ഇത് റീഅഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 26-ലെ സെൻസസ് ഓപ്പറേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 1 മുതൽ അതിന്റെ ആരംഭഘട്ടം തുടങ്ങി കഴിഞ്ഞു. അപ്പോ ആർട്ടിക്കിൾ 82 അനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാതെ ഈ ഡെലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊരു സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസ് അനുസരിച്ചാണ് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നലെ ഈ ഗവൺമെന്റിന്റെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് 882 എന്നുള്ള ആ ഒരു ആർട്ടിക്കിൾ അമെൻഡ് ചെയ്ത് ഏത് സെൻസസ് ഫിഗേഴ്സും എടുക്കാം, അത് പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്ന ഒരു പ്രൊവിഷനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ 2011-ലെ സെൻസസ് എടുക്കാം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഉള്ളത് ഏതെങ്കിലും എടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ. അപ്പൊ ഇന്നിപ്പോ 2026 നമ്മൾ നിൽക്കുമ്പോൾ 2011-ലെ സെൻസസ് ഫിഗേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു അസാധാരണമായ ഒരു സംഗതിയാണ്. പിന്നെ ഈ ഒരു ബില്ലിന്റെ ഉദ്ദേശം മെയിൻലി അതായിരുന്നു, അതായത് ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് കൂട്ടുക, പിന്നെ അസംബ്ലീസ് പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാം റീഡ്രോ ചെയ്യാൻ ഡെലിമിറ്റേഷനെ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ശ്രീ പി ഡി ടി ആചാരി, ഇതിന്റെ ഈ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ എണ്ണം കൂട്ടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വീണ്ടും ഒരു അശാസ്ത്രീയത വരുന്നുണ്ടല്ലോ. അതായത് വടക്കേ ഇന്ത്യക്ക് ഒരു വലിയ നേട്ടമുണ്ടാകുന്നു എണ്ണത്തിൻ്റെ കാര്യത്തിൽ, തെക്കേ ഇന്ത്യയിൽ അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നീതീകരിക്കാൻ പറ്റുന്നതല്ല, തുല്യമല്ലാത്ത രീതിയിലാണ് വരുന്നത്. അത് ബി ജെ പിക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് വരുന്നു. ബി ജെ പിക്ക് കുറേ കാലം കൂടി ഭരിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നതാണ്. ഇപ്പോൾ ഇന്നലെ അത് പാർലമെൻറ്റിൽ തകർന്നതോടുകൂടി ആ ലക്ഷ്യം പൊളിഞ്ഞോ? അതായത് ഈ ലോക്സഭയുടെ സ്ട്രെങ്ത് കൂട്ടുക എന്ന് പറയുന്നത് അത് ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. അത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് കൂട്ടിയിരിക്കുന്നത് എന്ന് ഉള്ളത് ഗവൺമെന്റ് വാസ്തവം പറഞ്ഞാൽ പാർലമെന്റിനെ അറിയിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. കാരണം പാർലമെന്റ് ആണല്ലോ ഈ നിയമങ്ങൾ പാസ്സാക്കേണ്ടത്. അതുകൊണ്ട് പാർലമെന്റ് അതിനോട് പറയാൻ ഉള്ള ബാധ്യത ഗവൺമെന്റുണ്ട്. അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് 543 എന്നുള്ളത് 850 ആക്കിയത് എന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ള ഇതില് ഈ സഭയുടെ സ്ട്രെങ്ത് കൂട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. പക്ഷെ അത് വെറുതെ ഒരു ഫിഗർ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടല്ലത്. അതിന് വളരെ ഡീപ്പായ ചില സ്റ്റഡികൾ നടത്തി, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളെ കൺസൾട്ട് ചെയ്ത്, പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് കൺസൾട്ട് ചെയ്ത്, വളരെ വ്യാപകമായ ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു ഫിഗർ, ഫൈനൽ ഫിഗറിൽ എത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഇക്വിറ്റബിളായ ഒരു ഫിഗർ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനമാണ് കുറെ കൂടെ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പി ഡി ടി ആചാരി, പക്ഷേ അത്തരത്തിലുള്ള ഒരു ഫോർമുലയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനത്തിനും ഒരു മുന്നൊരുക്കവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പം അതല്ല ലക്ഷ്യം, സ്ത്രീ സംവരണമാണ്, അതിപ്പോൾ തകർന്നു എന്ന രീതിയിൽ പ്രചരണം നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അത് എന്താണ്, അത് ശരിയാണോ? അത് അത്തരത്തിൽ ഒരു പ്രചരണം ഭരണപക്ഷത്തു നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് കാണേണ്ടത്? അതിപ്പോ സ്ത്രീ സംവരണം അല്ലായിരുന്നുവല്ലോ ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോക്സഭയുടെ സ്ട്രെങ്ത് കൂട്ടുക, അസംബ്ലി റീഅഡ്ജസ്റ്റ്മെന്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ അസംബ്ലി പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ റീഅഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഡെലിമിറ്റേഷൻ കമ്മീഷൻ നിയമിക്കുക. ഇതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അത് വാസം പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ഡെപ്തിലേക്ക്, ഒരു ആഴത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഭരണഘടനയുടെ 81-ാം വകുപ്പ് അനുസരിച്ച് അതിലൊരു ഫോർമുല പറയുന്നുണ്ട്. അതായത് ഈ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന ലോക്സഭയിലെ സീറ്റ്, ഇപ്പൊ നമുക്ക് 20 സീറ്റുണ്ട്. അത് നിശ്ചയിക്കുമ്പോൾ
അതിന് ഒരു മാനദണ്ഡം പറയുന്നുണ്ട് 81-ല്. അത് പറയുന്നത് ഈ ആ സംസ്ഥാനത്തിന്റെ പോപ്പുലേഷനും ആ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന ലോക്സഭാ സീറ്റുകളും തമ്മിലുള്ള ആ ഒരു റേഷ്യോ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ കഴിയുന്നതും ഒരുപോലെ ആയിരിക്കണം എന്നാണ്. ആസ് ഫർ ആസ് പ്രാക്ടിക്കബിൾ എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും പോപ്പുലേഷൻ ബേസ് അത് അതിന്റെ ആ ഒരു ലെവൽ ഒന്ന് തന്നെ ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ 1971 പോപ്പുലേഷൻ അനുസരിച്ച് ഇത് റീഅഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് 10 ലക്ഷം ആളുകൾ എന്നുള്ളൊരു കണക്കിലാണ്. അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1 person 1 vote and 1 value എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫോർമുല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 81-ൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അന്ന് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം ഉണ്ടായ ചില ഡെവലപ്മെന്റ്സ് നമ്മുടെ എൻറ്റയർ ഡെമോഗ്രാഫിക് പിക്ചർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ക്രമാതീതമായി പോപ്പുലേഷൻ ഉയർന്നു പോയ സംസ്ഥാനങ്ങളും അതേസമയത്ത് പോപ്പുലേഷൻ വളരെ ഫലപ്രദമായി കൺട്രോൾ ചെയ്ത ആ സംസ്ഥാനങ്ങൾ അത് ഒരുപാട് അന്തരം ഉണ്ടാകുന്നു പോപ്പുലേഷന്റെ കാര്യത്തിൽ. ഇപ്പം നമുക്ക് 1971 2 കോടി ഉണ്ടായിരുന്നത്, 1974 2 കോടി ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് 3.5 കോടി ആയപ്പോൾ യു പിയിൽ അന്ന് 8 കോടി ഉണ്ടായിരുന്നു, ഇപ്പം 25 കോടി ആയിരിക്കുന്നു ഏകദേശം. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ 300% വർദ്ധിച്ചപ്പോൾ നമുക്കൊരു 65% മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. ഇതാണ് വളരെ ഒരു വല്ലാത്ത ഒരു ഇംബാലൻസ് നമുക്ക് ഇതിന്റെ ഇതില് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഇംബാലൻസ് എന്ന് പറയുന്നത് അതിനെ കുറച്ചു കൊണ്ടുവരിക. ഇപ്പൊ അതില് ഈ കോൺസ്റ്റിറ്റ്യുവൻസി റീഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നതിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് പോപ്പുലേഷനാണ് നമ്മുടെ ഭരണഘടന വെച്ചിരിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോ 81-ൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമുല നമ്മൾ ഫോളോ ചെയ്യാൻ ആണെങ്കിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് സൗത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെയധികം നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. അതേസമയത്ത് പോപ്പുലേഷൻ വളരെ കൂടിയ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് കൂടുകയും ചെയ്യും. യെസ്, അതാണ് ഇപ്പൊ ചർച്ചയാവുന്നതും. താങ്കൾ ഇപ്പൊ ചൂണ്ടിക്കാട്ടിയ ഈ കാര്യമാണ് വല്ലാതെ ചർച്ചയാവുന്നത്. അന്തരം വല്ലാതെ വർദ്ധിക്കുന്നു. ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണവും തെക്കേ ഇന്ത്യയിലെ സീറ്റുകളുടെ എണ്ണവും തമ്മിൽ വല്ലാത്ത അന്തരം ഉണ്ടാകുന്നു. ആ അന്തരത്തിൽ വടക്കേ ഇന്ത്യയിൽ അവിടുത്തെ വോട്ടുകൾ വെച്ച് മാത്രം, അവിടുത്തെ സീറ്റുകൾ വെച്ച് മാത്രം BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നതാണ് നിരീക്ഷണം. എന്നാൽ അത് സ്ത്രീ സംവരണത്തിൻ്റെ പേരിൽ ഇപ്പോൾ രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിനെതിരെ പിടിക്കുകയുമാണ് BJP ചെയ്യുന്നത്. ഇത് ചർച്ചയാകാതെ, താങ്കൾ പറയുന്ന ഈ ഫോർമുലയൊന്നും പാർലമെൻറ്റിൽ ചർച്ചയാകാതെ ഈ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് പാർലമെൻറ്റിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണിപ്പോൾ പലരും പറയുന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ചുകൂടി ഒരു അഭിപ്രായം പറയാമോ? അല്ല, ഇതിന്റെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എന്ത് ഫോർമുല അനുസരിച്ചായിരിക്കണം ഇനി നമുക്ക് ഈ ലോക്സഭയുടെ സ്ട്രെങ്ത് കൂട്ടുക അല്ലെങ്കിൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിനെ റീഡ്രോ ചെയ്യുക എന്നുള്ളത് എന്ത് ബേസിസിലായിരിക്കണം, എന്ത് ഫോർമുലയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വാസ്തവം ചിന്തിക്കേണ്ടത്. ഇതിനകത്ത് ആളുകൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ആർട്ടിക്കിൾ 81-ല് ഞാൻ ഈ പറഞ്ഞ ഈ ഫോർമുല മാറ്റമില്ലാതെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് 81 82 ഒക്കെ അതിന്റെ കാതലായ പല ഭാഗങ്ങളും മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിലും ഈ പുതിയ ബില്ലിൽ ഈ ഒരു ഫോർമുല ഇപ്പോൾ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല അനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം ഡെലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതിന് ഇറ്റ് ഹാസ് ആക്ച്വലി ടു ഗോ ബൈ വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫോർമുലയാണ് ഡെലിമിറ്റേഷൻ കമ്മീഷൻ ഫോളോ ചെയ്യാൻ പോകുന്നതെങ്കിൽ വളരെ അപകടകരമാണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഫോർമുലയ്ക്ക് പകരം വളരെ റാഷണലായ എക്വിറ്റബിളായ ഒരു ഫോർമുലയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ അതിന് ഈ ഒരു ഇഷ്യൂ നിസാരമായി കളയാതെ വെറും ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി വളരെ ഡീപ്പായ ഒരു സ്റ്റഡി നടത്തിയിട്ട് വളരെ ഡീറ്റെയിൽഡായ കോംപ്രിഹെൻസീവായ ഒരു സ്റ്റഡി എക്സ്പേർട്ടുകളെ കൊണ്ട് തന്നെ സ്റ്റഡി ചെയ്യിച്ച് അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളുമായിട്ട് കൺസൾട്ട് ചെയ്ത് പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് ഒരു വളരെ എക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്കുള്ള എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ PDT ആചാര്യ, എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു കാര്യങ്ങളിലേക്കും ചർച്ച പോകുന്നില്ല എന്ന് മാത്രമല്ല
പ്രധാനമന്ത്രി ഇന്ന് ഈ കാര്യങ്ങൾ എന്തെങ്കിലും രാജ്യത്തോട് സംസാരിക്കുമോ എന്നുള്ളത് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ശരിക്കും ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് അതോടുകൂടിയാണ് വ്യക്തമാകുക. നമുക്ക് അടുത്ത ദിവസങ്ങളിലും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വരാം. താങ്കൾ ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിന് വളരെ നന്ദി ശ്രീ PDT ആചാരി. ഞാൻ മറ്റ് അതിഥികളിലേക്ക് കൂടി കിടക്കുകയാണ്. ഏറ്റവും ആദ്യം BJP പ്രതിനിധി ശ്രീ അഖിൽ. നോക്കുക, പ്രധാനമന്ത്രി ഇന്ന് ഇതിനെക്കുറിച്ച് ശ്രീ PDT ആചാര്യയെ പോലെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുമോ ഇന്ന്? ഞാൻ ജോത്സ്യരല്ലല്ലോ, കൈരളി ചാനലിലിരുന്ന് കബഡി നിരത്തി പ്രധാനമന്ത്രി താങ്കളുടെ അതിഥി പറഞ്ഞതുപോലെയൊക്കെ പറയൂ എന്ന് പറയാൻ ഞാൻ ജോത്സ്യരല്ല. എന്തായാലും പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മളുടെ ആശയം, ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്. ഞങ്ങൾ ഈ നാട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട്. ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പാർട്ടിയും ഞങ്ങളും ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ ബില്ല് പൊതുസമൂഹത്തിന് മുമ്പിൽ, പാർലമെൻറ്റിന് മുമ്പിൽ മുന്നോട്ട് വെച്ചു. പക്ഷേ സ്ത്രീവിരുദ്ധരായ CPMകാരും സ്ത്രീവിരുദ്ധരായ കോൺഗ്രസ്സുകാരും സ്ത്രീവിരുദ്ധരായ DMKക്കാരും എല്ലാം ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ആ ബില്ലിനെ ഇരിക്കുന്ന ബില്ലിനെ അവിടെ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ 2023 പാസ്സാക്കിയത് എന്ത് ബില്ലായിരുന്നു? അല്ല, ഞാൻ പറയട്ടെ അല്ലേ, നിങ്ങൾ സമാധാനപ്പെടും. ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളോട് ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ എന്ന്. അല്ല, പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതും കൂടി ചേർത്ത് പറയൂ സാർ. പാസ്സായ ബില്ല് അതിൻ്റെ ഭേദഗതി വരുത്തേണ്ടേ ലാൽ? നിങ്ങൾ PhD ഉള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ പഠനം വരുമ്പോൾ, കൂടുതൽ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം ഈ നാട്ടിൽ എന്നൊരു ഭരണകൂടം ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിലും എന്താണ് തെറ്റ്? അല്ല, അത് എന്താണ് ആവശ്യം, എന്താണ് മാറ്റാൻ പോകുന്നത് എന്ന് അഖിൽ താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് CPM കഴിഞ്ഞ അഖിലിന്റെ മൈക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ അതൊന്ന് ശരിയാക്കിയിട്ട് ഞാൻ ഇപ്പോൾ അഖിലിലേക്ക് തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ ശ്രീ PDT ആചാരി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അനുസരിച്ച് സ്ത്രീ സംവരണം എന്നുള്ളതല്ല വിഷയം. നമുക്ക് എല്ലാവരും സംശയിക്കുന്നത് പോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പുനർനിർണയം നടത്തി അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് അതും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിൻ്റെ ബേസ് സെൻസസ് വർഷം ഏതാണെന്നൊക്കെ സ്വയം തീരുമാനിച്ച് ഫോർമുല എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാക്കാതെ, തുല്യത വരുത്താനുള്ള ശ്രമങ്ങളിലേക്കൊന്നും പോകാതെ BJPക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ സ്ത്രീ സംവരണവുമായി ക്ലബ് ചെയ്ത് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. അത് പ്രതിപക്ഷത്തിനെതിരെ ഇപ്പോൾ ഓങ്ങുകയാണ്. അതിനെ എങ്ങനെ കാണണം, ഇനി എങ്ങനെയാണ് മുന്നോട്ട് ആ കാര്യങ്ങളെ കാണാൻ പോകുന്നത്? അല്പസമയത്തിനകം പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്യും. ലാലേ, ഈ 12 വർഷക്കാലത്തെ മോഡി ഭരണത്തിൻ്റെ ചരിത്രം എന്നത് ഭരണഘടനാ വിരുദ്ധമായ നിരവധി നിയമഭേദഗതികളുടെ ഒരു പരമ്പരയാണ്. ആ നിയമഭേദഗതികളെയെല്ലാം രാജ്യസഭയിൽ അത് പാസ്സാക്കാനുള്ള അംഗസംഖ്യ NDAക്കോ BJPക്കോ ഇല്ലാഞ്ഞിട്ടും അവർ പാസ്സാക്കിയെടുത്തത് മോഡിയുടെയും അമിത്ഷായുടെയും വളരെ കൗശലപൂർവം എന്ന് പറഞ്ഞാൽ വളരെ കുടിലമായ ഫ്ലോർ എഞ്ചിനീയറിങ്ങിലൂടെയാണ്. അമിത്ഷായുടെയും മോഡിയുടെയും ആ ഫ്ലോർ എഞ്ചിനീയറിങ്ങിനെയാണ് ഏപ്രിൽ 16, 17 തീയതികളിൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് തോൽപ്പിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ, 131 ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ, മണ്ഡല പുനർനിർണയ ഭേദഗതി കൊണ്ടുവരുമ്പോൾ, കേന്ദ്ര നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അമിത്ഷാ ആലോചിച്ചത് എന്താണ്? ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുത്തിപ്പൊക്കാം, ആ ദിശയിൽ ചില നീക്കങ്ങളും അവർ നടത്തി. അപ്പോൾ പ്രതിപക്ഷത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഉപയോഗപ്പെടുത്തി പതുക്കെ ഫ്ലോറിൽ ഇവരുടെ പ്രാതിനിധ്യം, ഇവരുടെ സാന്നിധ്യം ഇല്ലാതാക്കി എങ്ങനെയെങ്കിലും ഈ ബില്ല് പാസ്സാക്കാം എന്നാണ്. BJPക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള 3/2 ഭൂരിപക്ഷം ഇല്ലല്ലോ ലോക്സഭയിൽ. 3/2 ഭൂരിപക്ഷമില്ലാത്ത ഒരു കക്ഷി, ഭരണകക്ഷി, എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് പാർലമെൻറ്റിനെ സമീപിക്കുന്നത്? അപ്പോൾ അവർക്കറിയാം ഇത് കൃത്യമായിട്ട് പാസ്സാകാൻ പോകുന്നില്ല. പാസ്സാകുകയാണെങ്കിൽ, എങ്ങനെയെങ്കിലും പാസ്സാക്കണമെങ്കിൽ
പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കണം, പ്രതിപക്ഷത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കണം. ആ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനുമുള്ള അമിത്ഷായുടെയും മോഡിയുടെയും തന്ത്രത്തെ വളരെ ശക്തമായി ഇന്ത്യയിലെ പ്രതിപക്ഷമാകെ ഒന്നിച്ചു നിന്ന് തോൽപ്പിച്ചു. 12 വർഷക്കാലത്തെ മോഡി ഭരണത്തിന് ഇടയിൽ ഇന്ത്യൻ പ്രതിപക്ഷം വളരെ ശക്തമായി ആശയപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ബില്ലിനെ എതിർത്തു എന്നുള്ളതാണ്. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തൊട്ട് ഇടതുപക്ഷ പാർട്ടികൾ, സമാജ്വാദി പാർട്ടി, DMK എല്ലാം അസന്ദിഗ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ വനിതാ സംവരണത്തിന് എതിരല്ലെന്നും ഡീലിമിറ്റേഷൻ വനിതാ സംവരണം നടപ്പാക്കാൻ പോവുകയാണ്, അതിന് ബില്ല് പാസ്സാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡീലിമിറ്റേഷന് വേണ്ടിയുള്ള ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള ഈ സൂത്രത്തെ, ഈ കൗശലത്തെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചു നിന്ന് എതിർക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്തു. അങ്ങനെ തുറന്നു കാട്ടപ്പെട്ട മോഡിയുടെ ഇളിഭ്യതയാണ് ഇന്ന് 8:30 അദ്ദേഹം രാജ്യത്തോട് നടന്ന പ്രസംഗത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. തെരുവിലെന്താണ്? ഇതാ വനിതാ സംവരണത്തെ പ്രതിപക്ഷം പൊളിച്ചു, കോൺഗ്രസ് പൊളിച്ചു, രാഹുൽ ഗാന്ധി പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കോലങ്ങളുമായിട്ട് സ്ത്രീകളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, RSSന്റെ ചരിത്രത്തിൽ, RSS എന്ന് പറയുന്നത് ബ്രാഹ്മണ്യ അധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രത്തെ പുലുകിക്കഴിയുന്ന സംഘടനയാണല്ലോ. ആ ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെ വിചാരധാരയാണല്ലോ ഗോൾവാൾക്കറിലൂടെയും അതിനു മുമ്പ് നമ്മൾ ഹിന്ദുത്വ എന്ന കൃതിയിലൂടെ സവർക്കറിലൂടെയൊക്കെ ഇട്ടത്. ഇതൊക്കെ വായിക്കുന്ന നമുക്കറിയാം. ഇവർ സ്ത്രീകളുടെ കാര്യത്തിൽ, ശൂദ്രരുടെ കാര്യത്തിൽ എന്ന പോലെ, ദളിതരുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലും RSSന് പ്രത്യയശാസ്ത്രപരമായി വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉള്ളത്. 1856 ഇന്ത്യയിൽ വിധവാ പുനർവിവാഹ നിയമമുണ്ടായപ്പോൾ അതിനെ എതിർത്ത ചരിത്രത്തെ, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ, ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെ വളരെ മഹനീയമായ ചരിത്രമായിട്ട് പുകഴ്ത്തുന്ന ആളാണ് സവർക്കർ, പുകഴ്ത്തുന്ന ആളാണ് ഗോൾവാൾക്കറെയും സവർക്കറെയും ഒക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്ക് അവരെ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ചിട്ടുള്ള RSSന് വനിതാ സംവരണത്തോട്, വനിതാ ശാക്തീകരണത്തോട്, വനിതകളെ അധികാര സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നതിനോട് അങ്ങേയറ്റം നിഷേധാത്മകമായ നിലപാടാണുള്ളത്. അവർക്ക് ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാടുണ്ടെങ്കിൽ ഓൾറെഡി 2023 സെപ്റ്റംബർ മാസത്തിൽ ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയതല്ലേ? ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പറഞ്ഞതല്ലേ 2024 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വനിതാ സംവരണ നിയമം നടപ്പാക്കണം, അതനുസരിച്ച് 30% സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകണം, അത് നടപ്പാക്കണം എന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ് പിറകോട്ട് പോയത്? ഇപ്പോൾ കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. 2029 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിച്ചു വരണമെങ്കിൽ BJPക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിലെ സീറ്റുകളെ പരിമിതപ്പെടുത്തുകയും BJPക്ക് സ്വാധീനമുള്ള UP ഉൾപ്പെടെയുള്ള 5-8 സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടണം. അങ്ങനെ 2029 വീണ്ടും അധികാരത്തിൽ തുടരാനുള്ള ഒരു രാഷ്ട്രീയ കൗടില്യം എന്ന നിലക്കല്ലാതെ ഇതിൽ BJPക്ക് ഒരാത്മാർത്ഥതയുമില്ല എന്നുള്ളതാണ്. ഒരു തത്വവുമില്ല BJPക്ക്. വീണ്ടും അധികാരം നിലനിർത്താനുള്ള വളരെ പ്രയോജനവാദപരമായ ഒരു ഇടപെടലാണ്, ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലാണ് ഈ ബില്ല് എന്ന് നമുക്ക് പറയാം. ശരി, ശ്രീ ലാൽകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അഖിലിനെ നേരത്തെ പൂർത്തിയാക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടത് ഞാൻ നൽകുകയാണ്. ശ്രീ അഖിൽ, ഇക്കാര്യത്തിൽ താങ്കളോട് ചോദിക്കാനുള്ള കാര്യം ഇതാണ്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഭൂരിപക്ഷമില്ല, അതായത് 3-2 ഭൂരിപക്ഷം ഇല്ലാതെ ഈ ഭരണഘടനാ ഭേദഗതി വരുത്താൻ സാധിക്കില്ല, ഈ പറഞ്ഞ ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്തിനാണ് ഇത് അവതരിപ്പിച്ചത്? നിങ്ങൾക്ക് ഈ സ്ത്രീകളുടെ പേരിൽ അതിനെ മറയാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തെ ആഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതിപ്പോൾ പാളിപ്പോയോ? അല്ല, ഞങ്ങൾ ഇത് പാളിപ്പോയെന്ന് ഇപ്പോഴും കരുതുന്നില്ല. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ലാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചപ്പോൾ തന്നെ, തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും ആശയവും പ്രത്യയശാസ്ത്രവുമാണ് ഇന്ത്യ മഹാരാജ്യത്തെ സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം, അവരെ മുന്നോട്ട് നയിക്കാൻ, അവരെ മുന്നിൽ പന്തിയിൽ നിർത്തി ഈ നാട് ഭരിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണമെന്നത് BJPയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ബില്ല് ഇപ്പോൾ വീണ്ടും അവതരിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തത്. ഞാൻ പറയട്ടെ, നേരത്തെ മാഷ് സംസാരിച്ചപ്പോൾ ലാൽ ഇടപെട്ടില്ല, എനിക്ക് മാഷിനോട് ഒരു മറുപടി പറയാനുണ്ട്. മാഷ് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ എനിക്ക് സംശയമില്ലായിരുന്നു. കാര്യത്തിൽ സംശയം ഉണ്ടാവും. ഞാൻ പറയട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയപ്പോഴും പ്രതിഷേധം നടത്താനല്ല അഖിലിനെ ഞാൻ വിളിച്ചത്. അഖിലിനെ നേരത്തെ പറഞ്ഞ ജോത്സ്യരുടെ പണിക്കുമല്ല ഞാൻ അഖിലിനെ വിളിച്ചത്. അഖിലിനോട് ഈ കാര്യങ്ങളിൽ സംശയം ചോദിക്കാനായിരുന്നു. അഖിലിനോടുള്ള സംശയം ഇതാണ്: നിങ്ങൾ 2023 പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തോടുകൂടി ഒരു ബില്ല് പാസ്സാക്കി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആ ബില്ല് പാസ്സാക്കിയത്. നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ പോലും ഇറക്കാതെ ഇത്രയും കാലം അത് വച്ചുകൊണ്ടിരുന്നു. ഇന്നലത്തെ ദിവസം അത് 16-ാം തീയതി വരെ കാത്തിരുന്നത് എന്തിനായിരുന്നു?
അല്ല, സർക്കാർ സംവിധാനമല്ലേ ലാൽ? ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, അതിലേതെങ്കിലും പുനർചിന്തനം വേണമെങ്കിൽ ഇന്ന ദിവസമേ അവതരിപ്പിക്കാവുന്ന ഒരിടവും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM കേരളത്തിൽ ബോധപൂർവമായി വാർഡുകൾ വിഭജനം നടത്തി. അത് CPM വിജയിക്കാനായിരുന്നു, പക്ഷേ ചിലത് പരാജയപ്പെട്ടു പോയി. അതൊരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. രാഷ്ട്രീയ പ്രവർത്തനമാണ് BJP നടത്തുന്നത്. ഇന്ത്യയിൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഭരിക്കാൻ വേണ്ടി തന്നെയാണ്. ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് ശക്തി കൂട്ടാനും സ്വാധീനമില്ലാത്തടത്ത് വീണ്ടും ശക്തി വർദ്ധിപ്പിക്കാൻ സ്ത്രീകളുടെ സംവരണത്തിന് വേണ്ടിയുള്ള ബില്ലല്ല ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയ്യേണ്ട ജോലി പാർലമെന്റ് ഏറ്റെടുത്ത് ഈ പറയുന്ന വന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ തയ്യാറായിട്ട് തന്നെ നിങ്ങൾ നേരത്തെ ബ്രാഹ്മണിക്കലെന്നും സവർണ മേധാവിത്വം വനിതാ ബില്ലിലും ഒക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കേരളത്തിന് പുറത്ത് നിങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ബാധിക്കുമോ എന്നതാണ് ലാൽ എന്നോട് ചോദിച്ചത്. ഞാൻ പറയുന്നത് കൂടി ഒരു കയ്യിലും ഒരു കടിയിലും SDPIയുടെ താങ്കൾക്ക് കേൾക്കാമോ? അതല്ല ചോദിച്ചത്. താങ്കളോട് ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഈ പറഞ്ഞ 3-2 ഭൂരിപക്ഷം ഇല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? സ്ത്രീകളുടെ സംവരണത്തിന് വേണ്ടിയുള്ള ബില്ല് നിങ്ങൾ നേരത്തെ അവതരിപ്പിച്ചതാണ്. ആ ബില്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ട് ഈ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുവന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അല്ല ലാൽ, ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് രാഷ്ട്രീയമായി ഒരു തീരുമാനമാണ് ഇത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾക്ക് സംശയമില്ലല്ലോ. രാജ്യം ഭരിക്കുന്ന പാർട്ടി BJP അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ ബില്ല് ഈ 16-ാം തീയതി അവതരിപ്പിച്ചത്. 17-ാം തീയതി ചർച്ച നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. അഡ്വക്കേറ്റ് ലാൽകുമാർ നോക്കൂ, ഇത് ഇത്രയും തുറന്നു പറയുന്ന ഒരു പാർട്ടി ഇന്ന് രാജ്യത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങളിങ്ങനെ ഭരണഘടനയെ പോലും ഈ രീതിയിൽ നേരത്തെ PDT ആചാരി ചൂണ്ടിക്കാട്ടി, അദ്ദേഹം ലോക്സഭാ സെക്രട്ടറി ജനറലാക്കി ഇരുന്ന ആളാണ്. ഈ പറഞ്ഞ രീതിയിലൊക്കെ ലോക്സഭയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ കണ്ടില്ലേ, വാർഡ് വിഭജനത്തിൽ കണ്ടത്. ഞങ്ങൾ രാജ്യത്തത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, ഇത് ഞങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്നു എന്ന് പറയുന്നൊരു പാർട്ടിയുടെ സത്യസന്ധതയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ വാർഡ് ഈ പറയുന്ന ഓൾട്ടർ ചെയ്യുന്നതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാര്യം ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് സീറ്റ്സിൽ വ്യത്യാസം വരികയാണ്. നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി സൗത്ത് ഇന്ത്യക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ ബില്ലിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചൊരു കാര്യം, 50% എല്ലാവർക്കും കൂടുക എന്ന ഫ്ലാറ്റ് റേറ്റിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളും കൂട്ടുന്നതിനെക്കുറിച്ചൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആ ആശയം ബില്ലിനകത്ത് കോൺടംപ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആശയമേ അല്ല. ബില്ലിനകത്ത് അത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി ഡീലിമിറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 50% ഫ്ലാറ്റായിട്ട് കൂട്ടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് 2011 സെൻസസ് എന്ന് പറയുന്നത് ബേസ് ആക്കുന്നത്? അവിടെ തന്നെയാണ് കളിപ്പീര് കിടക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം 50% ഫ്ലാറ്റായിട്ട് കൂട്ടുമ്പോഴും ഡീലിമിറ്റേഷൻ്റെ പ്രിൻസിപ്പിൾ 2011 സെൻസസ് ഡേറ്റയോടെ വെച്ച് ഇതിനെ ഈ കമ്പൈൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യക്ക് കുറയുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ 80 സീറ്റ് കിടക്കുന്ന UPക്ക് 50% കൂട്ടുകയാണെങ്കിൽ അത് 120 ആകും. അത് കഴിഞ്ഞ് 2011 സെൻസസിൻ്റെ ബേസിലേക്ക് ഇതിനെ മാറ്റുമ്പം 140 സീറ്റ് വരെ വരാം. കേരളത്തിൽ 20 എന്നുള്ളത് 30 ആകും. പക്ഷേ 2011 ഡേറ്റ അനുസരിച്ച് ഇതിനെ ഡീലിമിറ്റേഷൻ ചെയ്യുമ്പം 23 സീറ്റോ 22 സീറ്റോ ആയിട്ട് കുറയും. 30-ൽ നിന്ന് കുറയും, 20-ൽ നിന്ന് 22-ഓ 23-ഓ ആകും. ഇത്രയും കൂടുതലേ ഉണ്ടാകുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ രാജ്യത്ത് നടന്നിട്ടുള്ള പോപ്പുലേഷൻ ഒരു ഫ്ലഡിങ് പോപ്പുലേഷനാണ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ആ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഈ രാജ്യം മുന്നോട്ട് വെച്ച ഒരു വിശാലമായ ഐഡിയ ആയിരുന്നു. ആ ഐഡിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കി. നമ്മുടെ ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി റേറ്റിൽ താഴെ നിൽക്കുന്നത് 1.3 മറ്റാണ് 3.5 മറ്റാണ് കേരളത്തിൻ്റേത്.
2.1 ആണ് ഐഡിയൽ ആയിട്ടുള്ള ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി. 2 നിൽക്കുന്ന UP അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോപ്പുലേഷൻ ഒരുപാട് കൂടി. അപ്പോൾ നമ്മളോട് ഈ പറയുന്ന രാജ്യം തന്നെ പോപ്പുലേഷൻ കൺട്രോൾ നടത്തൂ എന്നാവശ്യപ്പെട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു പോപ്പുലേഷൻ കൺട്രോൾ സ്കീം കൊണ്ടുവന്ന് നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് നടത്തി. നമ്മൾ പറഞ്ഞാൽ കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾ ഈ പറയുന്ന പല സംസ്ഥാനങ്ങളും നടത്തി. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളും വെസ്റ്റേൺ സംസ്ഥാനങ്ങളും നടത്തി. ഇത് വലിയ രീതിയിൽ പെരുപ്പം ഉണ്ടായത് ഈ പറയുന്ന UP, ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ ഹിന്ദി ഹാർട്ട് ലാൻഡ്, അവിടെയാണ് ഈ സീറ്റുകളുടെ എണ്ണം കൂടാൻ പോകുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ രാജ്യത്ത് ഇപ്പം കൊണ്ടിരുന്ന അമെൻമെൻ്റ് ഉണ്ടല്ലോ, ഇപ്പം കൊണ്ടിരുന്ന അമെൻമെൻറ്റ് പരാജയപ്പെട്ടുവെങ്കിൽ അങ്ങനെ ഒരു പരാജയം ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലൊരു സാഹചര്യം പിൽക്കാലത്തുണ്ടാകാനായിട്ടുള്ള അമെൻമെൻറ്റാണിത്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വിഷയം നോക്കൂ, ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇച്ചിരിയുടെ വ്യക്തമായി അത് വരണമെന്നാണ് തോന്നുന്നത്. 2023 അവതരിപ്പിച്ച ബില്ലിൽ വിമൻ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് 33%, അതെന്ന് പറഞ്ഞ ഒരു പ്രശ്നമേ അല്ല, അത് പാസ്സായിപ്പോയ ബില്ലാണ്, അത് നോട്ടിഫൈ ചെയ്താൽ മതി. അപ്പം ഇവർക്ക് ഈ 540 സീറ്റുള്ള പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഈ പറയുന്ന 33% സംവരണം വെക്കണമായിരുന്നുവെങ്കിൽ ഇപ്പം വെക്കാം. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമേയില്ല. ഡീലിമിറ്റേഷൻ എന്തിനു കൊണ്ടിരുന്നു? ഇപ്പം നമ്മളെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണ്? ഇപ്പം BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചത് നമ്മൾ ആൻറ്റി വിമൻ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്നാണ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഈ സംഭവിച്ചല്ലോ. ഈ പറഞ്ഞ 33% കൊടുക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ലല്ലോ. അതെ, എന്തിനായിരുന്നു ഈ ബില്ല് കൊണ്ടുവന്നത്? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നോക്കൂ, വനിതാ സംവരണ ബില്ലിന് മേൽ മോദിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഈ പ്രസംഗത്തിൽ ഉടനീളം കണ്ടത്. പ്രതിപക്ഷം ഈ വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആ ബില്ല് 2023 തന്നെ പാസ്സായതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും അദ്ദേഹം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് പിന്നീട് ഈ 2 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്, സ്ത്രീകളുടെ വികാരത്തെ, മനസ്സിലെ ചിന്തകളെ കൂടുതൽ ഉണർത്തുക എന്നുള്ളതിന് വേണ്ടിയുള്ള തികച്ചും മോദിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നൊരു പ്രസംഗം ഇതല്ലേ ഉണ്ടായതിപ്പോൾ? തീർച്ചയായിട്ടും ഒരു മനസ്സാക്ഷിയുമില്ലാത്ത വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്ത് ഈ പ്രസംഗത്തിൽ ഒന്നുമില്ല. എന്തിനു വേണ്ടിയാണ് ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത്. എന്താണ് അത് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത്. 2023 സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് സർവകക്ഷികളുടെയും എല്ലാവിധത്തിലുമുള്ള പിന്തുണയോടുകൂടി ഏകകണ്ഠമായി പാസ്സാക്കിയ ഒരു ബില്ലാണ്. 2023 പാസ്സാക്കിയ ബില്ല് നടപ്പാക്കാതിരുന്നതിന്, ആ ബില്ല് പൂഴ്ത്തിവെച്ചതിന് ഇന്ത്യയിലെ സ്ത്രീകളോട് മാപ്പ് പറയാനായിരിക്കണം അദ്ദേഹം ഇത്തരം അവസരം ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ രാജ്യത്തെ സ്ത്രീകളുടെ മനസാക്ഷിക്ക് മുമ്പിൽ, ഈ രാജ്യത്തെ സമത്വത്തെയും സാമൂഹികതയെയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള ജനതയുടെ മുമ്പിൽ നരേന്ദ്രമോദി വിചാരണ ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പ്രൊപ്പഗൻഡ മെഷറി ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. 2016 അദ്ദേഹം അധികാരത്തിൽ വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഗുജറാത്തിലെ വംശഹത്യ ഉൾപ്പെടെയുള്ള അങ്ങേയറ്റത്തെ നീചമായ ഒരു പ്രതിബിംബമുള്ള ആളായിരുന്നു നരേന്ദ്രമോദി. ആ പ്രതിബിംബത്തെ അദ്ദേഹം മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു മിസ്റ്റർ ഡെവലപ്മെൻറ്റ്, വികാസ് പുരുഷൻ എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛയെ നിർമ്മിച്ചെടുക്കുന്ന വലിയ പ്രചാരണ ക്യാമ്പയിനുകൾ അമേരിക്കൻ പബ്ലിക് റിലേഷൻസ് കമ്പനിയായ ആപ്കോ വേൾഡ് വൈഡ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പ്രചാരണ വിദ്യയിൽ, പ്രചാരണ കലയിൽ, പ്രൊപ്പഗൻഡ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ രാജ്യത്തോട്, ഭരണഘടനയോട്, ജനാധിപത്യത്തോട്, സ്ത്രീ സമൂഹത്തോട് ചെയ്ത ഒരു അപരാധത്തെ മറച്ചു വെക്കാൻ വേണ്ടി പ്രതിപക്ഷം വനിതാ ബില്ലിനെ പരാജയപ്പെടുത്തിയെന്നാണ് പറയുന്നത്. 2023 പാസ്സാക്കിയ വനിതാ നിയമം ഇത്രയും കാലം പൂഴ്ത്തിവെച്ചത് എന്തിനു വേണ്ടിയാണ്? നടപ്പാക്കാതിരുന്നത് എന്തിനു കൊണ്ടിയാണ്? ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടതല്ലേ? നടപ്പാക്കിയല്ലോ. അതിന് ഈ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള നാട്യങ്ങൾ, അഭിനയങ്ങൾ അത് ഒരു പ്രചാരകന് പറ്റിയതാണ്, അതൊരു പ്രൊപ്പഗൻഡിസ്റ്റിന് പറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പണം ഒഴുക്കിക്കൊണ്ടിട്ടുള്ള പ്രൊപ്പഗൻഡ കലയാണ്. അതിലപ്പുറത്ത് രാജ്യത്തോടോ, ജനങ്ങളോടോ, സാമൂഹ്യ നീതിയോടോ, സ്ത്രീകളോടോ, സ്ത്രീ സുരക്ഷയോടോ, സ്ത്രീകളുടെ ശാക്തീകരണത്തോടോ ഒരു ഉത്തരവാദിത്വവും
നരേന്ദ്രമോദിക്കില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം എത്രത്തോളം സ്ത്രീവിരുദ്ധമാണ് എന്ന് നമുക്കറിയാം. മനുസ്മൃതിയിൽ ഇപ്പോഴും ആവേശം കൊള്ളുന്ന, മനുസ്മൃതിയെ മനസ്സിലിട്ട് താലോലിക്കുന്ന ഒരു സംഘം പ്രചാരക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇത്തരം പ്രൊപ്പഗൻഡ ക്യാമ്പയിനുകളെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് പാർലമെന്റിൽ എങ്ങനെയാണോ ഈ ബില്ലിനെ തോൽപ്പിച്ചത്, അതുപോലെ തന്നെ പാർലമെന്റിന് പുറത്ത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്നുകൊണ്ട് വനിതാ ബില്ല് നടപ്പാക്കാൻ ഈ സർക്കാർ നിർബന്ധിക്കണം. പാർലമെന്റ് പാസാക്കിയ വനിതാ നിയമം നടപ്പാക്കാനായി, വനിതാ സംവരണം നടപ്പാക്കാനായി അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. യെസ്, അഖിൽ, എന്തുകൊണ്ട് വനിതാ സംവരണ നിയമം ഈ സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്ന ചോദ്യമല്ലേ ഉയരേണ്ടത്? അല്ല, വനിതാ സംവരണ ബില്ല് കേരളത്തിലും രാജ്യത്തുമെല്ലാം നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി തന്നെയാണ് BJP എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രധാനമന്ത്രി അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സ്ത്രീജനങ്ങളോടും അഭ്യർത്ഥിച്ചതും ചോദിച്ചതുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഒരു കാര്യം കൂടി, മനുസ്മൃതിയിലാണ് BJPയും RSSും താലോലിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതെന്ന് പറയുന്ന മാഷ് മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്. അങ്ങയുടെ പാർട്ടി ഈ നാട്ടിൽ നടത്തിയ പോലത്തെ സ്ത്രീവിരുദ്ധതയൊന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പാർട്ടിയും നടപ്പിലാക്കിയിട്ടില്ല. കേരന്തിങ്കം കേരളനാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ച് ആ സ്ത്രീയെ ചോത്തി എന്ന് പറഞ്ഞ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയ പാർട്ടിയുടെ പേര് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ ശബരിമലയിലേക്ക് ചില സ്ത്രീകളെ കയറ്റാൻ കമ്മ്യൂണിസ്റ്റിന് നവോത്ഥാനമുണ്ട്, പക്ഷേ പാർലമെൻറ്റിലേക്ക് സ്ത്രീയെ കയറ്റാനുള്ള നവോത്ഥാനം ഈ കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. അത് പിന്താങ്ങാൻ ഭൂണഹത്യ മാത്രം നടത്തി ശീലമുള്ള കോൺഗ്രസ്സുകാരുടെ പിന്നാമ്പുറം താങ്ങാനാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ വിധി എന്നത് ഓർക്കുമ്പോൾ മാഷിനോട് എനിക്ക് സഹതാപമുണ്ട്. പിന്നെ മാഷ് പറഞ്ഞതുപോലെ ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. അങ്ങ് പറഞ്ഞു പ്രധാനമന്ത്രി വരുന്ന സമയത്ത്, നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് വരുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് പൂർണ്ണഗതിയും ഗുജറാത്ത് കലാപത്തിന്റെയും മുഖച്ഛയായിരുന്നു, അത് PR ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മാറ്റിയതെന്ന് പറഞ്ഞ മാഷിനോട് എനിക്ക് പറയാനുള്ളത്, 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീമാൻ പിണറായി വിജയൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ, കണ്ണൂരുള്ള ജനങ്ങളെ, കേരളത്തിലെ സാധാരണക്കാരായ സ്വയംസേവകരെ കൊന്ന കത്തിയുടെ ചോര പുരണ്ട മുഖമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നത്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് മൈക്കിനോട് കോപിച്ചിട്ടുള്ളത്, നികൃഷ്ടജീവി എന്ന് വിളിച്ചിട്ടുള്ളത്, കൊലംകുട്ടി എന്ന് വിളിച്ചിട്ടുള്ളത്, കൊലപാതകയായിട്ടുള്ള പിണറായി വിജയന്റെ മുഖവും PR ഏജൻസികളെ വെച്ചു തന്നെയാണ് മിനുക്കിയതും ചിരിപ്പിച്ചതും കളിപ്പിച്ചതും എന്ന കാര്യം കൂടി മാഷ് ഓർമ്മിക്കണമെന്നൊരു കാര്യം കൂടി എനിക്ക് പറയുന്നു. പിന്നെ ഞാൻ പറയുന്നത്, എന്റെ ചോദ്യം എനിക്ക് സമയമില്ല, 9:30 ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതാണ്. അഖിൽ, എനിക്ക് ഒറ്റ ചോദ്യം, പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നതിനെ കുറിച്ച്, ഞാനിത് അടുത്ത ദിവസം തന്നെ നടപ്പിലാക്കാൻ പോവുകയാണ്, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ നടപ്പിലാക്കും എന്ന് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കിയത് ഇപ്പോൾ അങ്ങയ്ക്കും എനിക്കുമെല്ലാം അറിയാം. ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ആർജവും എല്ലാം തന്നെ ഈ രാജ്യത്ത് എന്തെല്ലാം അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞു. ഈ കാശ്മീരിൻ്റെ പ്രത്യേക അനുമതി എടുത്തു മാറ്റിയത്, മുത്തലാഖ് മാറ്റിയത്, GST നിയമം കൊണ്ടുവന്നത്, അങ്ങനെ എണ്ണി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ പാർട്ടിക്ക് BJPക്ക് ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും ഞങ്ങൾ ഒരു തരി പോലും വെള്ളം ചേർക്കാതെ ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് മേടിച്ചാണ് ഞങ്ങൾ അധികാരത്തിൽ, മാഷ് പറഞ്ഞതുപോലെ 12 വർഷക്കാലമായി ഞങ്ങൾ തുടരുന്നതെങ്കിൽ 2029 എത്തുമ്പോഴും ഞങ്ങൾ അധികാരത്തിലുണ്ടാകും. ആ അധികാരത്തിലുണ്ടാകുമ്പോൾ ഈ നിയമത്തിൽ ഭേദഗതി വരുത്തി ഈ നിയമത്തിന്റെ ഭേദഗതി കൊണ്ട് തന്നെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെയും ചേർത്ത് പിടിക്കും, മനുഷ്യരെയും ചേർത്ത് പിടിക്കും, സ്ത്രീകളെയും ചേർത്ത് പിടിക്കും. ഞങ്ങൾ പറയുന്നു, സീറ്റ് വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ സീറ്റ് നില ഞാൻ ചോദിക്കുന്നത്, ലാലെ, കേരളത്തിലെ സീറ്റ് മാറ്റം വരുന്ന ഇപ്പോ ലാൽ സൂചിപ്പിക്കുന്ന താങ്കൾ വേറെ എന്തൊക്കെയോ പറയുന്നു. ലാൽകുമാർ, താങ്കൾ എന്റെ ചോദ്യം കേട്ട് കാണുന്നു കരുതുന്നു, മറുപടി പറഞ്ഞോളൂ. അല്ല, ഇവിടെ അടിസ്ഥാനപരമായി ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യം, പ്രധാനമന്ത്രി പറഞ്ഞതിനകത്ത് എന്തേലും ശരിയുണ്ടോ? ഇതൊരു ചോദ്യമാണ് ചോദിക്കുന്നു. ഈ വിമൻ റിസർവേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ എതിരെ പ്രതിപക്ഷം നിന്ന് ആ ബില്ലിനെ ഇല്ലാതാക്കിയോ? ഇല്ല. പ്രധാനമന്ത്രി പറഞ്ഞത് കള്ളത്തരമാണ്. കാര്യം 2023 തന്നെ പാസ്സാക്കപ്പെട്ട ബില്ലാണോ ഇത്? അതെ. വളരെ സിമ്പിൾ കാര്യമാണ്. 2023 തൊട്ട് അത് നോട്ടിഫൈ ചെയ്താൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ത്രീകൾക്ക് 33%
സംവരണം കിട്ടുമായിരുന്നോ? കിട്ടുമായിരുന്നു. ഇത് വളരെ ലളിതമായ ലോജിക്കാണ്. അത് ആ ലോജിക്കിനെ കൗണ്ടർ ചെയ്യാനായിട്ടൊരു കാര്യവും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഡീലിമിറ്റേഷൻ അവർക്ക് നടത്തണമായിരുന്നു. അതും ഇതുകൂടെ ചേർത്ത് വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് വെച്ചാൽ അവർക്ക് ഈ ഒളിച്ചു കടത്തുന്ന ഒരു പരിപാടിയാണ് ഈ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യമാണെന്നുള്ള കൈരളിയുടെ ടൈറ്റിൽ വളരെ കറക്റ്റാണ്. ഹെഡ്ലൈൻ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. അതാണ് കുഞ്ഞിക്കണ്ണൻ സഖാവും പറഞ്ഞത്. ബില്ല് പാസ്സായിട്ടുണ്ടോ? ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നതിന് കാര്യമുണ്ട്. ബില്ല് പാസ്സായിട്ടുണ്ടോ? ഉണ്ട്. ഇനി അതിൽ എന്തെങ്കിലും ചെയ്യണോ? ഇല്ല. കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്താൽ മതിയോ? മതി. പ്രസിഡന്റിൻ്റെ അസെൻ്റ് ഉണ്ടോ? ഉണ്ട്. പിന്നെന്താണ് പ്രശ്നം? അപ്പം ഈ 850 ആക്കിയാൽ മാത്രമേ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കൂ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? അതിനൊരു യുക്തി വേണ്ടേ? മറ്റ് കാശ്മീരിലെ കാര്യവും ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് വല്ലാത്ത രീതിയിൽ നിർത്തണമായിരുന്നു എന്നുള്ള പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ, പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതെല്ലാം അങ്ങനെ നടത്തിയെടുത്തത്. അത് ആർക്കാ മനസ്സിലാകാതെ? എല്ലാവർക്കും മനസ്സിലാക്കാൻ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു എന്ന് പറയുമ്പം ഈ രാജ്യത്തെ ബാധിക്കുന്നതായിട്ടൊരു കാര്യം പറയുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ പൊതുവേ കരുതുക. ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് BJP യെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, ഈ രാജ്യത്തെ ബാധിക്കുന്ന കാര്യമല്ല. രാജ്യത്തെ ബാധിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 33% റിസർവേഷൻ എന്തുകൊണ്ട് വെക്കുന്നില്ല? ഡീലിമിറ്റേഷൻ്റെ ലോജിക്ക് നമ്മളോട് പറയൂ. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കുറയുന്നതിനെക്കുറിച്ച് താങ്കൾ സംസാരിക്കൂ. 50% താങ്കൾ കൂട്ടാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2011 സെൻസസിൻ്റെ ഡേറ്റ എന്തിന്? 2026 സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ 2023 പാസ്സാക്കിയ ബില്ലിനകത്ത് വരാൻ പോകുന്ന സെൻസസിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല? ഇങ്ങനെയുള്ള ചോദ്യം, പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് നമ്മൾ പ്രധാനമന്ത്രിയിൽ നിന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് അദ്ദേഹം ഓൾറെഡി പാർലമെന്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇതുവഴിയൊക്കെയോ പോയതാണ്. ഇപ്പം BJP-കാരനായ പ്രധാനമന്ത്രി BJP-യുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ്റെ സ്റ്റണ്ടായി തമിഴ്നാട്ടിലെ ജനങ്ങളെയും ബംഗാളിലെ ജനതയും അഭിസംബോധന ചെയ്തത്. ഈ ഡീലിമിറ്റേഷൻ്റെ ലോജിക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ കാര്യം, ഇവരുടെ കാര്യം ഏതാണ്ട് കച്ചവടം പൂട്ടിയ മട്ടിലായിരിക്കുന്നത്. കാരണം സ്റ്റാലിൻ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ രാഷ്ട്രീയമായിട്ട് എടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ഒരു ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇവർ വിചാരിച്ചിരിക്കുന്ന രീതിയിലല്ല ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയം നടക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു സാധനമായിരുന്നു FCRA കൊണ്ടുവന്നു. വലിയ തിരിച്ചടിയായി, പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്നു. ഇവരെല്ലാ സതുദ്ദേശത്തോടു കൂടി FCRA കൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തിനാണ് വിഡ്രോ ചെയ്യുന്നത്? എല്ലാം ക്ലീനാണ്, ക്ലീൻ സ്ലേറ്റിലെല്ലാം വൃത്തിയായിട്ട് ചെയ്താണെങ്കിൽ എന്തിനാ പുറകോട്ട്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാം പുറത്തോട്ട് വന്നപ്പോൾ എന്തിനാ പുറകോട്ട് പോകുന്നത്? അപ്പോൾ ഇവർക്ക് പൊളിറ്റിക്കൽ അജണ്ട കൊണ്ടിരുന്നു, അത് നടപ്പാക്കിയെടുക്കുന്നു. പക്ഷേ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ വരുമ്പം ഇവർക്ക് പലപ്പോഴും പാളുന്നു. കാര്യം സൗത്ത് ഇന്ത്യയുടെ പൾസ് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രം പാസ്സാകുന്ന ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഒന്നും അറിയാതെ അല്ലല്ലോ അവതരിപ്പിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം അതിൽ പരാജയപ്പെട്ടതിൻ്റെ പുറത്ത് സ്ത്രീകളെ മാത്രം എടുത്ത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ തല്ലിക്കെടുത്തിയവർ, അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കരുത്, അതിനുള്ള ആ പാപത്തിനുള്ള ഫലം അവർ അനുഭവിക്കും എന്നൊക്കെയുള്ള നിരത്തിലുള്ള ശാപവചനങ്ങളൊക്കെ ഇങ്ങനെ രാത്രി 8:30 മണിക്ക് ചാനലിലൂടെ വന്ന് പറയുക എന്ന് പറയുന്നൊരു രീതി, ഇതാണ് നല്ലത്. പാർലമെൻറ്റിൽ പറയുന്നതിനേക്കാൾ ഇത്തരം തന്ത്രങ്ങളാണ് നല്ലത് എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുവഴി 3/2 ഭൂരിപക്ഷത്തിലേക്ക് 2029 ആകുമ്പോൾ എത്തുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ എങ്ങനെ കാണണം? അതായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുമ്പോൾ BJP-ക്കും NDA-ക്കും 3/2 ഭൂരിപക്ഷമില്ല. ഇതൊരു ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി പാസ്സാകണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ കൗശലക്കാരനായ മോദിക്കും അമിത്ഷയ്ക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പ്രതിപക്ഷ കക്ഷികൾക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമോ, അങ്ങനെ ഒരു ഫ്ലോർ എഞ്ചിനീയറിങ്ങിലൂടെ ഇത്തരം ഒരു ബില്ലിന് അനുകൂലമായ അഭിപ്രായ രൂപീകരണം നടത്താൻ കഴിയുമോ? ബില്ല് പരാജയപ്പെടുകയാണെങ്കിൽ അത് വനിതാ സംവരണത്തെ പ്രതിപക്ഷം അട്ടിമറിച്ചു എന്ന ക്യാമ്പയിൻ നടത്താനുള്ള വളരെ വൃത്തികെട്ട, വളരെ നീചമായ ഒരു തന്ത്രമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള ഈ പ്രസംഗത്തിൽ ആത്മാർത്ഥതയുടെ ഒരു തരിമ്പ് വരി വാക്ക് നമുക്ക് കാണാൻ കഴിയുമോ?
ഒരു പ്രചാരകൻ്റെ, ഒരു പ്രൊപ്പഗൻഡിസ്റ്റിൻ്റെ കാപട്യം നിറഞ്ഞ വാചകടികളല്ലാതെ അതിലെന്താണുള്ളത്? 2023 പാർലമെൻറ്റ് പാസാക്കിയ വനിതാ സംവരണ നിയമം ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കാൻ ആരാണ് തടസ്സം? പ്രതിപക്ഷം ഒന്നിച്ച് പിന്തുണ നൽകി ഐക്യകണ്ഠേന പാസാക്കിയ ഒന്നാണ്. ഇടതുപക്ഷ പാർട്ടികളൊക്കെ അത് നടപ്പാക്കണം, 24 നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ആ കാര്യത്തിൽ രാജ്യത്തോട് ഒരു ഉത്തരവും പറയാതെ വളരെ സമർത്ഥമായിട്ട് വനിതാ സംവരണത്തിനെതിരെ, നാരീശക്തിക്കെതിരെ ഈ പ്രതിപക്ഷമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തെ, എവിടുത്തെ പ്രതിപക്ഷം? ബംഗാളിലെ പ്രതിപക്ഷം, DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിപക്ഷം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷം. അപ്പോൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ പിന്തുണ നേടിയെടുക്കാനുള്ള ഒരു തുരുപ്പ് ചിട്ടായിട്ട് ഈ വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം തോൽപ്പിച്ചു എന്ന വ്യാജ പ്രചരണം നടത്തുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. വനിതാ സംവരണമാണ് എന്ന വ്യാജേനയാണ് ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവന്നത്. പാർലമെന്റിനകത്ത് ആവർത്തിച്ച് എല്ലാ പ്രതിപക്ഷാംഗങ്ങളും സംസാരിക്കുമ്പോൾ നിങ്ങൾ സമാജ്വാദി പാർട്ടി നേതാവിൻ്റെയൊക്കെ പ്രസംഗം നോക്കണം. ഞങ്ങൾ വനിതാ സംവരണത്തിനെതിരല്ല. വനിതാ സംവരണം നടപ്പാക്കുമ്പോൾ പട്ടികജാതി സ്ത്രീകളുടെ പ്രശ്നമുണ്ട്, മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നമുണ്ട്, OBC സ്ത്രീകളുടെ പ്രശ്നമുണ്ട്. ആ കാര്യങ്ങളാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങളിവിടെ എതിർക്കുന്നത് ഡീലിമിറ്റേഷനെയാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കി വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം വനിതാ സംവരണത്തെ എതിർത്തു എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ പ്രസംഗത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അത് രാജ്യത്തിന് മനസ്സിലാവും, സ്ത്രീകൾക്ക് മനസ്സിലാവും ആരാണ് സ്ത്രീ വിരുദ്ധരെന്ന കാര്യം. ഇന്ത്യയിലെ സ്ത്രീകളെ ആരെങ്കിലും പഠിപ്പിക്കണം. RSSൻ്റെ കാലാകാലമായുള്ള നിലപാട് എന്താണെന്ന് സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടെ? സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ശൂലം കുത്തി ഭ്രൂണ ശിശുവിനെ പോലും കുത്തിയെടുത്ത് കത്തിച്ച് കളഞ്ഞ നിഷ്ഠൂരമായ, ക്രൂരമായ ഒരു ചരിത്രമുള്ള സംഘടനയുടെ വക്താവാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്താണ് അത് നടന്നത്. അതൊന്നും ആരും മറന്നു പോകരുത്. ഇന്ന് എന്താണ് ഈ ഭ്രൂണത്തെ എബോർട്ട് ചെയ്തു കളഞ്ഞു പ്രതിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ, ഭ്രൂണത്തെ അക്ഷരാർത്ഥത്തിൽ ഗർഭപാത്രം കീറി ശൂലത്തിൽ കുത്തി പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത ഒരു നിഷ്ഠൂരമായ, വളരെ പൈശാചികമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നരേന്ദ്രമോദി എന്ന കാര്യം ഇവിടെ ഈ നാട്ടിലെ സ്ത്രീകൾക്ക്, കാര്യബോധമുള്ള, ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്വയം പരിഹാസനാവുകയാണ്. ശരി അഖിൽ, നോക്കുക, ഭ്രൂണം എന്നൊരു വാക്ക് ഉപയോഗിച്ചത് കൃത്യമാണെന്നുള്ളതാണ് KT കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അത് നരേന്ദ്രമോദി തന്നെ പറയണം എന്നുള്ളതും. ഇത് നോക്കുക, ഈ സ്ത്രീകളുടെ കാര്യത്തിലാണ് ഇത്രയധികം അദ്ദേഹം കണ്ണീർ പൊഴിക്കുന്നത് എങ്കിൽ 2023 ആ ബില്ല് നിയമമായത് ഇപ്പോൾ ആ നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് താങ്കൾ ഒരു വാക്കും പറയുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചു അതേ ചോദ്യമായിരുന്നു. ആ നിയമം 2029 മുമ്പ് നടപ്പിലാക്കണ്ടേ? കഴിഞ്ഞില്ലേ കാര്യങ്ങൾ? അല്ല, ഞാൻ മാഷിനോട് പറയുന്നത്, CPM-ന് വനിതാ MP-മാരാരെങ്കിലും പാർലമെൻറ്റിൽ ഉണ്ടെങ്കിൽ ഈ ബില്ലൊന്ന് 2023 പാസ്സാക്കിയ ബില്ലൊന്ന് നടപ്പിലാക്കണമെന്ന് CPM-ന് ഏതെങ്കിലും ഒരു വനിതാ പാർലമെൻറ്റ് അംഗമുണ്ട് എങ്കിൽ ഒന്ന് പാർലമെൻറ്റിൽ എണീറ്റ് നിന്ന് ഈ ചർച്ച നടന്നപ്പോൾ ഒന്ന് കൈപൊക്കി, അല്ലെങ്കിൽ എനിക്കൊരു പോയിൻ്റ് ഓഫ് ഓർഡർ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വനിതയ്ക്ക് എണീറ്റ് നിന്ന് പറയാൻ നിങ്ങൾക്ക് ജയിപ്പിച്ചയക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയാണ് ഇരുന്ന് ഈ രാജ്യത്തെ വനിതകളുടെ ശാക്തീകരിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു നിയമത്തെ ഇത്രയും വലിയ പച്ച കള്ളം പറഞ്ഞ്, ഗുജറാത്തിലെ പൂർണ്ണഹത്യ പറഞ്ഞ് ഇപ്പോഴും തേഞ്ഞു തീർന്ന അമ്പുമായി യുദ്ധത്തിന് ഇറങ്ങല്ലേ മാഷേ നിങ്ങൾ. ഞാൻ മാഷിനോട്, മാഷ് എല്ലാ ചർച്ചയിലും ഇത് തന്നെയാണ് പറയുന്നത്. മാഷെ, ഞാൻ മാഷിനോട് തർക്കി, ഞാൻ മാഷ് കേട്ടിരുന്നത് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയുന്ന മാഷിനും അറിയാഞ്ഞിട്ട് പോലും ഈ ലോകത്തെ, ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരും തള്ളിക്കളഞ്ഞ ഒരു കള്ളം വീണ്ടും ഭീവത്സ തന്ത്രം പോലെ മാഷിങ്ങനെ പറയാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഭരണമുള്ള കാലത്ത് ബംഗാളിൽ ഒരു ചരിത്രമുള്ള ഒരു പ്രധാനമന്ത്രി ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണ്? ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഒരാൾ എന്റെ നേതാവിനെ പറയുമ്പോൾ അതിന് മറുപടി വിരുദ്ധമാണ്. അല്ലാതെ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇടതു സഹയാത്രികനുമായി
ഇടതുവശത്ത് ഇടത് നിരീക്ഷകനും വലതുവശത്ത് ഇടത് സഹയാർത്ഥികനും ആയി അങ്ങയും അതുപോലെ ഒരു ഇടതുപക്ഷക്കാരനും 3 പേരും ഒരുമിച്ചിരുന്ന് അല്ല, ഇനിയിപ്പോ ഞാൻ താങ്കൾ പറയുന്ന പോലെ വലതുവശത്തും ഇടതുവശത്തും BJP-ക്കാരെ എടുത്തിട്ട് താങ്കളെ കൂടെ വിളിക്കാം. എന്നാൽ മാത്രമേ താങ്കൾ ചർച്ചയിൽ പറയുള്ളൂ, ഉത്തരം പറയുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളെ വിളിക്കേണ്ടി വരും. എനിക്ക് ഒറ്റ ചോദ്യമാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. ഇന്ന് രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നതും ആ ഒറ്റ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് 2023 പാസാക്കിയ ആ നിയമം ഇവിടെ ഉള്ളപ്പോൾ സ്ത്രീ സംവരണം പ്രതിപക്ഷം പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പ്രധാനമന്ത്രി വന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രം ലക്ഷ്യമാക്കിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. അത് കഴിഞ്ഞിട്ട് താങ്കൾ പിണറായി വിജയനെയും ബാക്കി കാര്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞോളൂ. ഞാൻ സമയം 1 മിനിറ്റ് തരാതെ കഴിഞ്ഞു. അത് എൻ്റെ ഇഷ്ടമാണ് ലാലെ. ഞാൻ പിണറായി വിജയൻ ആദ്യം പറയണോ അല്ലെങ്കിൽ ബില്ല് പറയണോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ മാഷ് വസ്തുതാവിരുദ്ധമായി ഗുജറാത്തില് പൂർണ്ണഗതി നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളാണോ അത് ചെയ്യിച്ചത്? പിണറായി വിജയനാണോ? പ്രധാനമന്ത്രി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു അക്ഷരം താങ്കൾ പറയുന്നില്ല. ചോദ്യത്തിന് മറുപടി പറയുക. പ്രധാനമന്ത്രി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ല. ബംഗാളിലെയും കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മാത്രമല്ല നരേന്ദ്രമോദി, BJP-യുടെ അനിശ്ചയത്തിനായ അഖിലേന്ത്യാ നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നവരടുത്ത രാഷ്ട്രീയം ഞങ്ങളുടെ നേതാവ് പറയും. ആ നേതാവ് പറയുന്ന രാഷ്ട്രീയത്തെ ജനം തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് കള്ളമാണ് പറയുന്നത് എന്ന് BJP വക്താവിന് പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ തൊട്ടു മുമ്പിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കള്ളത്തെ കുറിച്ച് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെക്കുറിച്ച് പറയാനില്ല. ലാൽകുമാർ, അല്ല, ഇവിടെ പകുതി ചോദ്യം ഞാൻ കേട്ടില്ല. അദ്ദേഹം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു കാര്യം ക്ലിയറാണ്. ഞാൻ പറഞ്ഞ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഒരു കാര്യം ക്ലിയറാണ്. പ്രധാനമന്ത്രി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പം BJP-യുടെ പ്രതിനിധിയോട് ചോദിച്ച വളരെ ലളിതമായൊരു ചോദ്യമല്ലേ? ആ ചോദ്യം വളരെ ലളിതമായി പറയാനുള്ള ഉത്തരവല്ലേ ഉള്ളൂ. വിമൻ റിസർവേഷൻ പാസ്സാക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഞാനത് പുഷ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. നമ്മൾ നിരായുധരം ആയി കഴിഞ്ഞല്ലോ. വളരെ സിമ്പിളാണ്. വിമൻ റിസർവേഷൻ പാസ്സായിട്ടുണ്ടോ ഇല്ലയോ? ഡീലിമിറ്റേഷൻ നടത്താൻ വിമൻ റിസർവേഷനുമായിട്ട് എന്താണ് കണക്ഷൻ? ഇതില്ലാതെ തന്നെ ഇപ്പം തന്നെ വെക്കരുതോ? ഈ ചോദ്യം വളരെ വ്യക്തമല്ലേ? അതിന് BJP-യുടെ പ്രതിനിധിക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം പ്രധാനമന്ത്രിക്ക് ഇല്ലാത്തൊരു മറുപടി, ഇത് നടത്താൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇല്ലാത്തൊരു മറുപടി BJP-യുടെ പ്രതിനിധിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. പക്ഷേ നമ്മളത് ചോദിക്കുന്നതിന് കാരണം എന്താ? ആ ഉത്തരവില്ലായ്മ നമ്മളോട് പറഞ്ഞ, അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ ഒരു കാര്യം, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് അസത്യമാണ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത നമുക്കുള്ളതുകൊണ്ടാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഡീലിമിറ്റേഷനുമായിട്ട് അദ്ദേഹം കണക്ട് ചെയ്ത് വീണ്ടും ഈ രാഷ്ട്രീയം പറയുമ്പം നോക്കൂ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ സാധാരണഗതിയിൽ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു പറയുമ്പം അദ്ദേഹം ഒരു BJP-കാരനൂടെ ആണെന്ന് BJP-യുടെ പ്രതിനിധി പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒരു ജാഥയിൽ പറയുന്നത് പോലെ, ഈ പറയുന്ന ഒരു റാലിയിൽ പറയുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനകത്ത് ഒരു ശരികേടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പം നമ്മൾ കോവിഡ് കാലത്ത് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു. പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് വാർത്ത. പ്രധാനമന്ത്രിയും BJP നേതാവും കൂടിയായ ഈ പറയുന്ന ആള് ഇലക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പം ഈ വനിതാ ബില്ലുമായി ബന്ധപ്പെട്ട് തന്നെ ആകട്ടെ, അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾ കൂടെ ഉത്തരം പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല എന്നുള്ള അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ഉത്തരം കാണുമായിരിക്കാം. ആ ഉത്തരം രാഷ്ട്രത്തോട് പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ടായിരുന്നു ഈ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു. ആ പറയുന്നതിനകത്ത് അതിനകത്തൊരു യുക്തി ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ വിമൻ റിസർവേഷൻ നടപ്പാക്കാൻ കോൺഗ്രസും അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികളും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് അസത്യമാണ്. ആ അസത്യം നമ്മൾ ജനങ്ങളോട് പറയേണ്ടത്. ഒരു 30 സെക്കൻഡാണ് ചർച്ചയിൽ ബാക്കിയുള്ളത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തെ ഇങ്ങനെ കള്ളം പറഞ്ഞു പരാജയപ്പെടുത്തി, ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബില്ലിൻ്റെ കാര്യത്തിൽ പരാജയപ്പെടുത്തിയവരാണ് പ്രതിപക്ഷം എന്ന് രാജ്യത്തോട് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഉള്ളപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ തന്ത്രം എന്താണ്? ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രതിപക്ഷം കൃത്യമായി
കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കമാണ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ സീറ്റുകൾ കൂട്ടിക്കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റുകൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും വീണ്ടും അധികാരത്തിൽ തുടരാനുള്ള രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് ഈ ഡീലിമിറ്റേഷൻ ബില്ല് വന്നത്. അതിനെയാണ് പരാജയപ്പെടുത്തിയത്. വനിതാ സംവരണം നടപ്പാക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പാസാക്കിയ ഒരു നിയമം അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. ഉടനെ വിജ്ഞാപനം നടത്താമല്ലോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ സംവരണ വ്യവസ്ഥ അനുസരിച്ചായിരിക്കും നടത്തുക. അദ്ദേഹത്തിന് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാമല്ലോ ഇലക്ഷൻ കമ്മീഷന്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി രാഷ്ട്രീയക്കാരനാണ്, BJP-കാരനാണ്, തെരഞ്ഞെടുപ്പ് കാര്യം പറയുന്നല്ല. രാജ്യത്തോട് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ BJP റാലിയിൽ സംസാരിക്കുന്നതല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രി, രാജ്യത്തോട് നടത്തിയ പ്രസ്താവനയാണ്. ആ പ്രസ്താവന അദ്ദേഹം പറയേണ്ടത് വനിതാ സംവരണ ബില്ല് നിയമമായിട്ടുണ്ട്, അത് ഞങ്ങൾ നടപ്പാക്കും 2023 തന്നെ. ഇത്രയും കാലം വൈകിച്ചതിന് ഞങ്ങൾക്ക് സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയാനുണ്ട് എന്നുകൂടി അദ്ദേഹം സമയത്തിന്റെ പ്രശ്നമുണ്ട്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് BJP ആണ്. പ്രധാനമന്ത്രി 30 മിനിറ്റാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അഖിൽ സംസാരിച്ച സമയം കൂടി ഞാൻ കൂട്ടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തേ ഉള്ളൂ ബാക്കി KT കുഞ്ഞിക്കണ്ണനും ലാൽകുമാറും ശ്രീ PDT ആചാര്യയും സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും എൻ്റെ പ്രധാനമന്ത്രിയാണ്, എൻ്റെയും കൂടി പ്രധാനമന്ത്രിയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം ഒരു കള്ളം പറഞ്ഞു എന്നുള്ളത് നിലനിൽക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തതക്കുറവുണ്ടെങ്കിൽ അത് രാജ്യത്ത് വ്യക്തമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം BJP എന്ന പാർട്ടിക്കുണ്ട്. സ്ത്രീ സംവരണം ഇവിടെ ഇപ്പോൾ ഒരു നിയമമാണ്, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം കൂടി പാസാക്കിയ ആ നിയമം നടപ്പിലാക്കുന്നതിന് പ്രധാനമന്ത്രി എത്രത്തോളം താല്പര്യപ്പെടും എന്നാണ് ഇനി അറിയേണ്ടത്. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ അഖിൽ, അഡ്വക്കേറ്റ് ലാൽകുമാർ, PDT ആചാര്യ. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.